ഗോൾ കീപ്പിങ്ങിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്തനിങ്ങിൻ്റെ പാർട്ടാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് ഇട്ടത് 10 യാർഡ് ഡിസ്റ്റൻസ് ആണ് ഇട്ടത്. ഈ 10 യാർഡ് ഡിസ്റ്റൻസിലാണ് ഗോൾ കീപ്പേഴ്സ് റൺ ചെയ്തിട്ട് സ്ലോലി റൺ ചെയ്തിട്ടാണ് വരുന്നത്. സ്ലോലി റൺ ചെയ്ത് വരുന്നുണ്ട്. ബോൾ സപ്ലൈ ചെയ്ത ബോൾ അവർ ഈസി ആയിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിന്യൂ പ്രോസസ്സാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ കൂടാതെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും പ്രോപ്പർ വാമപ്പും സ്ട്രെച്ചിങ്ങും ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. കാരണം നോർമലി നമ്മൾ ഹാർഡായിട്ടുള്ള കോർട്ടിൽ മൂവ് ചെയ്യുന്ന പോലെയല്ല ഈ പൂഴിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത്. കുറഞ്ഞ സമയത്ത് മാത്രം ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ നമ്മൾ ഗ്രിപ്പിങ് ചെയ്തു, പിന്നെ ഡൈവിങ് ആണ് ചെയ്യുന്നത്. ലോ ഡൈവിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഹാർഡായിട്ടുള്ള ഡൈവിങ് ഒന്നും ചെയ്യുന്നില്ല. സോ ഹാർഡായിട്ടുള്ള ഡൈവിങ് ചെയ്ത് ഇഞ്ചുറി ആവാതിരിക്കാൻ വേണ്ടിയിട്ടും, കൂടാതെ പൂഴിയിൽ നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈവിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ബയോമെക്കാനിസം കുറച്ചും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാനാണ് നമ്മൾ പൂഴിയിൽ ചെയ്യുന്നത്. പൂഴിയിൽ ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് കുറയും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഹാർഡായിട്ടുള്ള കോർട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറി വരും. അതിന് മുമ്പ് നമ്മളെ ബയോമെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഹാർഡായിട്ട് കോർട്ടിലേക്ക് പോകും. സോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞത് പൂഴിയിൽ തന്നെ ഡൈവിങ് പഠിക്കുകയാണ്. പൂഴിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, വെറുംകാലിൽ വേണമെങ്കിൽ ചെയ്യാം. വെറുംകാലിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന് സേഫ്റ്റിയാണ്. കൂടാതെ നമ്മൾ ബൂട്ട് ഇട്ടിട്ടും ചെയ്യാം. ഇത് 2 ചെയ്യുന്ന സമയത്താണെങ്കിലും ബൂട്ടിട്ടായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ബൂട്ടിൻ്റെ അടി കുറച്ച് ഹാർഡായിട്ടുള്ള പാട്ടായതുകൊണ്ട് നമ്മൾ പൂഴിയിൽ ചവിട്ടുന്ന സമയത്ത് ഒരു എൻറ്റയർ ആ ഒരു ഭാഗം മുഴുവൻ മൂവ് ആവാൻ നോക്കും. ആ ഒരു കാലിൻ്റെ ഭാഗം മുഴുവൻ മൂവ് ആവാൻ നോക്കും. ആ സമയത്ത് നിങ്ങളെ കാലിന് കൂടുതൽ എനർജി റിലീസ് ചെയ്യേണ്ടി വരും. നിങ്ങളെ മൂവ്മെൻറ്റ്സിന് കുറേ എനർജി റിലീസ് ചെയ്യേണ്ടി വരും. അത് കാരണം തന്നെ കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, മസിൽസിന് കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രെങ്തനിങ് പാർട്ടാണ്. വീഡിയോ നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി സ്ലോലി വന്നിട്ട് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടി വരികയാണ്. ഇൻറ്റൻസിറ്റി പെട്ടെന്ന് കൂട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. അത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എപ്പോഴും നമ്മൾ ചെറുതെന്ന് തുടങ്ങിയിട്ട് മാക്സിമം എത്തിയിട്ട് അവിടുന്ന് അവസാനിപ്പിക്കാതെ അവിടുന്ന് വീണ്ടും ചെറുതായിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. വാമപ്പ് ചെയ്തിട്ട് നമ്മൾ സ്കില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൂൾ ഡൗൺ ചെയ്യണം നിർബന്ധമാണ്. കൂടാതെ ഗോൾ കീപ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സ്ട്രെച്ചിങ്. അതായത് ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ കീപ്പേഴ്സിന് ഇഞ്ചുറിക്കും സാധ്യത കൂടുതലാണ്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്ലെക്സിബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രെച്ചിങ് നിർബന്ധമായിട്ടും ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ട്രെയിനിങ്ങിൻ്റെ പല വീഡിയോസും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.